ഒരു വേൾഡ് കപ്പ് തുടങ്ങാൻ പോകുമ്പോൾ ചിലർ ടീമുകളെ കുറിച്ച് സംസാരിക്കും, ചിലർ കളിക്കാരെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ഗാനയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ലോകം മുഴുവൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, കാരണം അദ്ദേഹം പറഞ്ഞ ചില പ്രഡിക്ഷൻസ് പിന്നീട് യാഥാർത്ഥ്യമായെന്ന് പലരും വിശ്വസിച്ചു. ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഗാന സ്വദേശിയായ നാനാ ക്വാക്കു ബോൺസം. സ്വയം ഒരു ശക്തിയുള്ള സ്പിരിച്വൽ ഹീലർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വർഷങ്ങളായി അദ്ദേഹം നിരവധി പ്രഡിക്ഷൻസും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോൾ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ഏത് ടീം ജയിക്കും, ഏത് താരം മോശം കളിക്കും എന്നിങ്ങനെ പല അവകാശവാദങ്ങളും അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. 2014 വേൾഡ് കപ്പ്, അന്നാണ് ഈ പേര് ലോകമെമ്പാടും വൈറലായത്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പരിക്കിന് പിന്നിൽ തൻ്റെ ആത്മീയ ശക്തികളാണെന്ന്. ഈ വാക്കുകൾ വാർത്തയിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി. പക്ഷേ ഇത് തെളിയിക്കാൻ ഒരു തരത്തിലുള്ള തെളിവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ലോകം മുഴുവൻ ഈ കഥയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ഓരോ വലിയ ടൂർണമെൻറ്റിന് മുമ്പും അദ്ദേഹം പുതിയ പ്രഡിക്ഷൻസ് നടത്താൻ തുടങ്ങി. ചിലതൊക്കെ തെറ്റും, പക്ഷെ ചിലത് കോയിൻസിഡൻസ് ആയിട്ട് ശരിയായി. അവിടെയാണ് നമുക്കൊരു ചോദ്യം ഉയർന്നു വരുന്നത്. നമ്മൾ ശരിയായ പ്രഡിക്ഷൻസ് മാത്രം ഓർത്തു വെക്കുന്നവരും തെറ്റിയതൊക്കെ മറന്നു പോകുന്നവരുമാണോ? സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, കൺഫർമേഷൻ ബയാസ്. അതായത് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഓർത്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി 100 പ്രഡിക്ഷൻസ് നടത്തിയിട്ട് അതിൽ 5 എണ്ണം ശരിയായാൽ ആ 5 എണ്ണം മാത്രമായിരിക്കും ആളുകൾ വൈറലാക്കുക. ബാക്കിയുള്ളതൊന്നും ആരും ഓർക്കാറില്ല. പക്ഷേ ഈ കഥയിൽ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻസ് മാത്രമല്ല, അത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയാണ്. ഒരു വലിയ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. ചിലർ അത് വെറും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം കാണും. പക്ഷെ ചില ആരാധകർ ശരിക്കും ഭയപ്പെടും. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ മനസ്സിലൊരു പ്രഷർ സൃഷ്ടിക്കും. പക്ഷെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രഡിക്ഷൻ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസിനെ സ്വാധീനിക്കാൻ കഴിയുമോ? സൈക്കോളജി പറയുന്നത് അതിന് ചില സാഹചര്യങ്ങളിൽ സാധ്യത ഉണ്ടെന്നാണ്. കാരണം ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസിനെ പോലും ബാധിച്ചേക്കാം. ഇതിനെ ചിലർ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് വിളിക്കും. അതായത് ഒരു കാര്യം സംഭവിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ചിലപ്പോൾ ആ സംഭവത്തിലേക്ക് നയിച്ചേക്കാം. പക്ഷെ ഫുട്ബോളിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കളിക്കാർ, കോച്ചസ്, ചില ആരാധകർ പോലും ലക്കി റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്. ഒരേ ഷൂസ് ധരിക്കുന്നത്, ഒരേ വഴിയിലൂടെ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്, മത്സരത്തിന് മുമ്പ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന നടത്തുന്നതൊക്കെ. ഇതെല്ലാം എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യർക്ക് അറിയാത്ത കാര്യങ്ങളെ വിശദീകരിക്കാൻ എപ്പോഴും ഒരു കാരണം വേണം. അവിടെയാണ് ഇത്തരം സ്റ്റോറീസൊക്കെ ജനിക്കുന്നത്. അപ്പോൾ ഗാനയിലെ ഈ മനുഷ്യൻ ശരിക്കും അസാധാരണമായ ശക്തിയുള്ള ഒരാളാണോ? അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നന്നായി മനസ്സിലാക്കിയ ഒരാളോ? നോബഡി നോസ്. പക്ഷെ ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ലോകകപ്പ് തുടങ്ങുമ്പോൾ കളിക്കാർ മാത്രമല്ല പ്രഷർ അനുഭവിക്കുന്നത്, ആരാധകർ കൂടി അതിൽ പ്രഷർ അനുഭവിക്കുന്നവരാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ മാജിക്ക് മന്ത്രവാദത്തിലല്ല, അത് മനുഷ്യരുടെ വിശ്വാസത്തിലായിരിക്കാം. കാരണം ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സത്യമായേക്കണമെന്നില്ല. പക്ഷേ നമ്മളത് വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അത് നമ്മുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും മാറ്റാൻ തുടങ്ങും. അപ്പോൾ ഗാനയിലെ ആ മന്ത്രവാദി ശരിക്കും ഫുട്ബോൾ നിയന്ത്രിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയാണ് നിയന്ത്രിച്ചിരുന്നത്? ആ ചോദ്യത്തിന് ഇന്നും വ്യക്തമായൊരു ഉത്തരമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് പറയേണ്ടത്. ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സംതിങ് മോർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ചില മിസ്റ്ററീസ് എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യരുടെ ചർച്ചകളിൽ നിന്ന് ഒരിക്കലും അപ്രത്യക്ഷമാകില്ല.